ശ്രീ കരമനാജിത്തെ ഈ സ്മാർട്ട് റോഡുകളുടെ അവസ്ഥ അതിനെക്കുറിച്ച് താങ്കളോട് പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ. ശ്രീ മധുസൂദനൻ നായർ നേരത്തെ പ്രതികരിച്ചിരുന്നു. 20-ാം തീയതി ഒരു കൗൺസിൽ യോഗമുണ്ട്. പക്ഷേ പ്രതിപക്ഷം ഈ ഒരു കാര്യം മുന്നോട്ട് വെക്കാൻ എത്രത്തോളം യോഗത്തിൽ സാഹചര്യം ഒരുങ്ങും എന്നുള്ളതൊക്കെ അദ്ദേഹം ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. മൈക്കൊക്കെ ഓഫ് ചെയ്യുന്ന ഒരു പ്രവണത മേയറുടെ ഭാഗത്തു നിന്നുണ്ട് എന്നുള്ളത് പ്രതിപക്ഷാംഗങ്ങൾ സംസാരിക്കുമ്പോൾ ഈ ദുരിതം എന്ന് തീരും നഗരവാസികളുടെ എന്നുള്ളതാണ്. അവരോട് തന്നെ ചോദിക്കുമ്പോൾ ദൈവത്തിനറിയാമെന്നാണ് അവർ പറയുന്നത്. തീർച്ചയായിട്ടും ഈ ചോദ്യം ചോദിക്കേണ്ടത് മേയർ ആര്യ രാജേന്ദ്രന്റെ അടുത്തും അല്ലെങ്കിൽ വകുപ്പ് മന്ത്രിയോടോ അല്ലെങ്കിൽ ശിവൻകുട്ടിയോടോ ആണ് ചോദിക്കേണ്ടത്. അതെ, നമ്മൾ അവരിങ്ങനെ ശ്രമിക്കുന്നുണ്ടായിരുന്നു ടെലിഫോണിൽ കണക്ട് ചെയ്യാൻ, പക്ഷേ ഫോൺ എടുക്കുന്നില്ല. അതാണ് ഇവര് ഫോൺ എടുക്കില്ല. മൈക്ക് വല്ലതും സംസാരിക്കാനാണെങ്കിൽ സഭയ്ക്കകത്ത് മൈക്ക് ഓഫ് ചെയ്യും. ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും കഴിഞ്ഞ 3 തവണയായിട്ട് ഇവർ പറയുകയാണ്. അതായത് മാർച്ച് മാസം 24-ാം തീയതിക്കകത്ത് പണി തീർക്കുമെന്ന് എന്നോടത്ത് മുഖത്ത് നോക്കി പറഞ്ഞതാണ് മേയർ ആര്യ രാജേന്ദ്രൻ. അതുപോലെ തന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഈ രണ്ടാമത്തെ ഡേറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഈ സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് നമ്മുടെ പണികളെല്ലാം പൂർത്തീകരിക്കുമെന്നാണ് നമ്മുടെ വകുപ്പ് മന്ത്രിയും അതുപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ മന്ത്രിയായ ശിവൻകുട്ടിയും പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ലാസ്റ്റ് പറഞ്ഞത് എന്തായിരുന്നാലും ജൂൺ മാസം 15-ാം തീയതി കഴിയില്ല, അതിനു മുമ്പ് പണി പൂർത്തീകരിക്കുമെന്നാണ് നമ്മുടെ ശിവൻകുട്ടി ഇവിടുത്തെ മന്ത്രി പറഞ്ഞത്. തീർച്ചയായിട്ടും ഈ പറഞ്ഞ ഡേറ്റുകളൊക്കെ 2024-ഓ 2025-ഓ എന്ന് എനിക്കൊരു സംശയമുണ്ട്. കാരണം അവര് ആണ്ട് പറഞ്ഞിട്ടില്ല, മാസം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇപ്പോൾ പറയുന്ന ദൈവത്തിന് മാത്രമേ ഇത് അറിയാവൂ. കാരണം ഞാനൊരു കാര്യം പറയാം, ഇതൊന്നും ഞാൻ മുമ്പേ പറഞ്ഞതാണ്. ശാസ്ത്രീയമല്ലാത്ത അശാസ്ത്രീയമായ പ്രവർത്തനങ്ങൾ. തീർച്ചയായിട്ടും ഓടകൾ നിർമ്മിച്ചു കഴിഞ്ഞപ്പോൾ ഇവിടെ വീട്ടിന്റെ അകത്തു നിന്നും പുറത്തിറങ്ങുവാൻ പറ്റുന്നില്ല, ഗേറ്റുകൾ തുറക്കാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ വാഹനങ്ങളുള്ളവർക്ക് വാഹനം വീട്ടിനകത്ത് കയറ്റാൻ പറ്റുന്നില്ല. ആ അകത്ത് കിടക്കുന്ന വാഹനം പുറത്തോട്ട് ഇറക്കാൻ പറ്റുന്നില്ല. റോഡിന്റെയും അതുപോലെ തന്നെ ഓടയുടെയും പൊക്ക കാരണം ഇതൊക്കെ ഓരോ വീടുകളും അനുഭവിച്ചുകൊണ്ടിരിക്കണം. മാത്രമല്ല ഇപ്പോൾ വളരെ ദയനീയമായ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഈ ഓടയ്ക്ക് വേണ്ടി ഒഴിച്ചിട്ട ഭാഗങ്ങളെല്ലാം വെള്ളക്കെട്ടാണ്. നിങ്ങൾക്കറിയാമല്ലോ, വീട്ടിലൊരു ചിരട്ടയിൽ ഒരു കുറച്ച് വെള്ളം ഇരുന്നാല് അല്ലെങ്കിൽ ഫ്രിഡ്ജിലിരിക്കുന്ന വെള്ളം എടുത്തു മാറ്റണം, അത് കമത്തി വെക്കണം. വെള്ളക്കെട്ട് ഒരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ല. ഡെങ്കിപ്പനി പോലുള്ള മാരകമായ അസുഖങ്ങൾ വന്നു പിടിക്കും. പക്ഷേ ഇന്നിപ്പോൾ ഡെങ്കിപ്പനി പരത്തുന്ന കൊതുകുകളെ വളർത്തുന്ന കൊതുക് കേന്ദ്രങ്ങളായി മാറിയിരിക്കുകയാണ് തിരുവനന്തപുരത്തെ മിക്ക റോഡുകൾക്കും വേണ്ടി ഓടകൾക്ക് വേണ്ടി കുഴിച്ചിട്ടിരിക്കുന്ന ഭാഗങ്ങൾ. അത് നമ്മുടെ നേർക്കാഴ്ചയാണ്, ഭയാനകമാണ്. ഇപ്പോൾ മഴയുടെ തോത് കുറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഇത് കെട്ടി നിൽക്കുകയാണ്. ഇത് പമ്പ് ചെയ്ത് പുറത്ത് കളയുകയോ അല്ലെങ്കിൽ അതിന് വേണ്ട രോഗം പരത്താതിരിക്കുവാനുള്ള സംവിധാനം ചെയ്യുവാനോ നഗരസഭ പരാജയപ്പെട്ടിരിക്കുന്നു. നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പോൾ ഇവർ പറയുന്നത്. എന്താണ് ഇവർ പറയുന്നത്? മെറ്റീരിയൽസ് കിട്ടുന്നില്ല എന്ന്. ഈ മെറ്റീരിയൽസ് കിട്ടുന്നില്ല എന്ന് പറയുന്നത് ഇതിൽ നിന്ന് ഈ വർക്ക് പൂർത്തീകരിക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്ന ഒരു മുടമ്പൻ നയമെന്നാണ് ഞാൻ പ്രതികരിക്കാൻ ആഗ്രഹിക്കുന്നത്. മറ്റൊന്ന്, ഇപ്പോൾ മെറ്റിൽ നിരത്തിയ സ്ഥലങ്ങളിൽ ടാറ് കിട്ടുന്നില്ല. എറണാകുളത്ത് നിന്ന് ടാറ് വരണം. എറണാകുളത്ത് നിന്ന് ഒരു വണ്ടി തിരുവനന്തപുരത്ത് വരണമെങ്കിൽ എത്ര മണിക്കൂർ വേണം? കേവലം ഒരു 6-7 മണിക്കൂർ വെച്ചോളൂ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ 7 മണിക്കൂർ വെച്ചോളൂ. ടാറ് എറണാകുളത്ത് നിന്ന് വരാത്തത് കൊണ്ടാണ് മെറ്റൽ നിരത്തിയ ഭാഗത്ത് ടാർ ചെയ്യാൻ പറ്റാത്ത സാഹചര്യം സംജാതമായിരിക്കുന്നു എന്നാണ് ഒരു മുടന്ന ന്യായമാണ് മറ്റൊന്ന് പറയുന്നത്. നോക്കണേ, ഇതൊക്കെ ശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ വന്ന പിഴവാണ്. പിന്നെ മറ്റൊരു ഗുരുതരമായ വീഴ്ച എന്ന് പറയുന്നത്, ഒരു 1000 സ്ക്വയർ ഫീറ്റിലെ വീട് വയ്ക്കുമ്പോൾ പണിക്കാരെ നിർത്തുന്നത് പോലെ 2, 3, 4 പണിക്കാരെ വെച്ചൊന്നുകൊണ്ട് സ്മാർട്ട് സിറ്റിയുടെ നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിക്കാൻ സാധിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ല. ഈ പല ഭാഗങ്ങളിലും വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് എത്ര തൊഴിലാളികളാണ് ഉള്ളത്? തൊഴിലാളികളുടെ എണ്ണം അടിയന്തരമായി യുദ്ധകാലാടിസ്ഥാനത്തിൽ തൊഴിലാളികളുടെ എണ്ണം വർദ്ധിപ്പിക്കണം. മെറ്റീരിയൽസ്, നിർമ്മാണ പ്രവർത്തനത്തിന് ആവശ്യമായ മെറ്റീരിയൽസ് കളക്ടർ ഇടപെടണം, മന്ത്രി ഇടപെടണം. ആവശ്യമായിട്ട് അവർക്ക് എന്താണ് കുറവ്? കോൺട്രാക്ടർമാരെ സംബന്ധിച്ചിടത്തോളം കോൺട്രാക്ടർമാരുടെ പറയണം, നിങ്ങൾ തൊഴിലാളികളുടെ എണ്ണം വർദ്ധിപ്പിക്കണം. അതുപോലെ തന്നെ നമ്മൾ എല്ലാ കാര്യത്തിലും നിശ്ചിതമായി വിമർശിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ കാര്യം അവരുടെ സൊല്യൂഷനായിട്ട്, അതായത് ഒരു പരിഹാരം എന്നുള്ള നിലയിൽ ഞാൻ പറയുന്നത്, തിരുവനന്തപുരം നഗരത്തിലെ നഗരവാസി എന്നുള്ള നിലയിൽ ഞാൻ പരിഹാരമായി പറയുന്നത്, പല റോഡുകളിലും പണി പ്രവർത്തനം നടത്തുന്ന സ്ഥലത്ത് നിങ്ങൾ ചെന്ന് നോക്കൂ, ഒരു ഓവർസർ പോലുമല്ല.
ഒരു ഇല്ല, ഒരു എക്സിക്യൂട്ടീവ് ഉദ്യോഗസ്ഥന്മാരില്ല. പിന്നെ ഈ നിർമ്മാണ പ്രവർത്തനത്തിന് ആവശ്യമായ തൊഴിലാളികളുടെ അപര്യാപ്തത, മെറ്റീരിയൽ എത്താത്തതിന്റെ പ്രശ്നം, ടാറുകൾ കിട്ടാത്തതിന്റെ പ്രശ്നം, ടാറുകൾ എത്തിക്കുവാൻ സാധിക്കാത്ത വിഷയം, ഈ വിഷയങ്ങളൊക്കെ പരിഹരിക്കേണ്ടത് ആരാണ്? ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, ഇത് ആരാണ്?